വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ട് കല്യാണം കഴിച്ച് മണിയറയിലേക്ക് കയറിയിട്ട് രണ്ടുപേരും കൂടെ പരിപാടിക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോ വേണ്ടട്ടോ, വേണ്ട, 2 വർഷം കഴിഞ്ഞിട്ട് മതി, ഫുൾ സ്റ്റോപ്പ്. മലക്കുകളെ മോളിൽ ഇരുന്നോണ്ട് ആമീൻ ആമീൻ, അല്ലാഹുവേ ഒരു 20 വർഷത്തേക്ക് ഇവക്ക് നീ കുട്ടിയെ കൊടുക്കല്ല അല്ലാ. കുട്ടികൾ ഉണ്ടാവാത്തതിന്റെ ഒക്കെ ഒരു മെയിൻ കാരണം അതാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക്. പണ്ട് പറഞ്ഞിട്ടുണ്ടോ, അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഗർഭിണിയായിട്ടിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വണ്ടിയിലൊന്നും പോകാൻ പറ്റൂല, അടിച്ചു പൊളിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ, ഒരു 2 വർഷം ഒരു 3 വർഷം കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് പെൻഡിങ് വെക്കും. ആ പെൻഡിങ് അള്ളാഹ് അങ്ങോട്ട് സ്വീകരിക്കും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും കൂടിയ കോൺക്രീറ്റ് കൊണ്ടുവന്ന്, നല്ല കട്ടിയാവുന്ന, പെട്ടെന്ന് കട്ടിയാവുന്ന സിമെന്റ് കൊണ്ടുവന്ന് ആ ഗർഭപാത്രത്തിന്റെ പിന്നെ അത് കുത്തിപ്പൊട്ടിക്കാൻ നോക്കി നടക്കില്ല. പിന്നെ കുറെ സദഖ ചെയ്ത് പൊളിക്കാന്നുള്ളതല്ലാതെ വേറൊരു വഴികളുമില്ല ഇസ്തിഗ്ഫാറിലൂടെ. അതുകൊണ്ട് ഒരിക്കലും പറയരുത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തരാൻ തീരുമാനിച്ചാൽ എപ്പോഴാണെന്നറിയില്ല, അത് കിട്ടുന്നത് വാങ്ങണേ, 2 കൈകളും നീട്ടി വാങ്ങണേ. അതുകൊണ്ട് എന്റെ പിൻതാരങ്ങളെ, സഹോദരിമാരെ, മണിയറയിലേക്ക് നിന്നെ സ്വീകരിക്കുന്ന നിന്റെ ഭർത്താവിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും നീ ചെയ്തു കൊടുക്കണേ പെങ്ങളെ. വേണ്ടാന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് അടുത്തപടിയായി നിക്കാഹ് കഴിക്കുന്നത് എന്തിനെന്നറിയോ? കസ്റു ശഹവതി, തന്റെ ശാരീരികമായ വികാര വിചാരങ്ങൾ അടക്കുന്നതിന് വേണ്ടിയാണ്, ഒതുക്കുന്നതിന് വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിക്കുന്നതിന് തന്റെ ഭാര്യമാരെ സമീപിക്കുന്നതിന് പകരം വേശ്യാവൃത്തിയിലേക്ക് പോകരുത്. വിവാഹം കഴിക്കാൻ തയ്യാറെടുക്കുന്നവരോട്, ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പരിശുദ്ധ ഖുർആനിന്റെ മുന്നറിയിപ്പാണ്. സൂറത്തുൽ മാഇദ അത് വിശദീകരിച്ചു തരികയാണ്. മുഹ്സിനീൻ ഗൈറ മുസാഫിഈൻ വലാ മുത്തഖിദീ അഖ്ദാൻ, محصنات غير مصافحات ولا متخذات أخدان. കാമുകിമാരെ വെച്ച് പുലർത്തിക്കൊണ്ട് ഒരു പെണ്ണിനെ നിന്റെ ജീവിതത്തിന്റെ സഖിയാക്കാൻ നീ ആഗ്രഹിക്കല്ലേ, കൊതിക്കരുതേ. അത് അപരാധമാണ്, അത് അധർമ്മമാണ്, തെറ്റാണ്. കാമുകിമാരുമായുള്ള സല്ലാപത്തിലൂടെ ഒരു പെണ്ണിനെ നീ വഞ്ചിക്കുകയാണ് പുരുഷന്മാരെ നീ ചെയ്യുന്നത്. അതുകൊണ്ട് നീ വിവാഹത്തിന്റെ തലേന്ന് കാമുകിമാരുമായുള്ള ബന്ധങ്ങളെല്ലാം പരിപൂർണമായി വിച്ഛേദിച്ചുകൊണ്ട് നാളെ നേരം വെളുക്കുമ്പോ ഞാനൊരു പുതുജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അങ്ങനെ ഒരു പ്രതിജ്ഞയോടുകൂടി വേണം യുവാക്കളെ വിവാഹത്തിലേക്ക് കടക്കാൻ. സ്ത്രീ സമുദായത്തോട് ഖുർആൻ പറയുകയാ, മുഹ്സനാത്തിൻ ഗൈറ മുസാഫിഹാത്ത് വലാ മുത്തഖിദാതി അഖ്ദാൻ. വേശ്യാവൃത്തി ചെയ്യുന്നവളായിട്ടോ, രഹസ്യ കാമുകന്മാരെ പൂജിക്കുന്നവളായിട്ടോ വിവാഹ ജീവിതത്തിലേക്ക് നീ കടക്കല്ലേ. അത് ഭർത്താക്കന്മാരെ വഞ്ചിക്കലാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പെണ്ണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ തന്റെ രഹസ്യ ബന്ധങ്ങളെയെല്ലാം പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് പുതുജീവിതത്തിലേക്ക് കടക്കണമേ. അതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. വൈവാഹിക ജീവിതത്തിലൂടെ തന്റെ ശാരീരികമായ വികാര വിചാരങ്ങളെ അടക്കാനാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. വിവാഹം കഴിക്കണേ.